രാജീവനും റോഷനും ഷിബുലാലും ബാബുവും മധുവും ചോര കൊണ്ട് ചുവപ്പിച്ച കൂത്തുപറമ്പിലെ തെരുവീഥികളിൽ വീണുപോയിട്ടും 3 പതിറ്റാണ്ട് കാലം ജീവിത സമരം നടത്തിയ പുഷ്പൻ വിടവാങ്ങുമ്പോൾ നഷ്ടമാവുന്നത് ഒരു തലമുറയുടെ സമരാവേശം. കഴുത്തിലേറ്റ വെടിയുണ്ട ശിഷ്ടകാലം പുഷ്പന്റെ ശരീരത്തെ തളർത്തിയെങ്കിലും സഖാവിൻ്റെ സമരവീര്യത്തിന് തെല്ലും കോട്ടം തട്ടിയിരുന്നില്ല. യുവജന പ്രവർത്തകരും പാർട്ടി സഖാക്കളും ഓരോ തവണ പുഷ്പനെ കാണാനെത്തുമ്പോഴും സമരസംഘടനാ പ്രവർത്തനങ്ങളെക്കുറിച്ച് വാചാലനാവുമായിരുന്നു അദ്ദേഹം. 3 പതിറ്റാണ്ട് നീണ്ട വിപ്ലവ ജീവിതം അവസാനിപ്പിച്ച് പുഷ്പൻ മരണത്തിന് കീഴ്പ്പെടുമ്പോൾ മറയുന്നത് വൈദ്യശാസ്ത്രം പോലും അത്ഭുതപ്പെട്ട ഒരു അതിജീവനം. നവംബർ 25 കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ശുഭ്രപതാകയിലെ നക്ഷത്രത്തെ ചെഞ്ചോര കൊണ്ട് ചുവപ്പിച്ച ദിനമായിരുന്നു അന്ന്. കൂത്തുപറമ്പിൽ നടന്ന നരനായാട്ടിൽ 5 ഉശിരൻ സഖാക്കളുടെ ജീവനാണ് ഡിവൈഎഫ്ഐക്ക് അന്ന് നഷ്ടമായത്. 5 പേരുകൾക്കൊപ്പം ജീവിക്കുന്ന രക്തസാക്ഷിയായി സഖാവ് പുഷ്പൻ മാത്രം അവശേഷിച്ചു. കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. മരിച്ച രാജീവൻ, പിന്നെ രജീന്ദ്രനാഥ്, ഉള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. മന്ത്രി വരുന്ന സമയത്ത് 11:45 മന്ത്രി വരുമ്പോൾ. പക്ഷേ ഇങ്ങ് ടൗൺ ഹാളിൻ്റെ അടുത്തല്ല വന്നത്, അവിടെയാണ് വന്നത്. ഞങ്ങളുണ്ടായിരുന്നത് ഇവിടെ ആലക്കണ്ടി കോംപ്ലക്സിൽ. മന്ത്രി വന്നത് ഞങ്ങൾ കണ്ടില്ല, വന്നത് ടൗൺ ഹാളിൻ്റെ അടുത്താന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല, ആൾക്കാരെല്ലാം നിൽക്കുന്നുണ്ട്. അപ്പം കെ രാജീവൻ എല്ലാവരോടും പി വി രജീന്ദ്രനാഥ് എല്ലാവരോടും ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ആ സമയത്താണ് രാജീവിന് വെടി കൊണ്ടത്, എനിക്ക് വെടി കൊണ്ടത്. മൂന്ന് പതിറ്റാണ്ടുകാലം തളർന്നു കിടന്ന പുഷ്പൻ അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു. വെടിയേറ്റ് പൂർണ്ണമായി കിടപ്പിലായിട്ടും ഇത്രനാൾ ജീവിച്ച മറ്റൊരാൾ കേരളത്തിലില്ല. സമര പോരാട്ടങ്ങൾക്ക് ആവേശോർജം പകർന്ന വിപ്ലവ സൂര്യൻ. സഹനത്തിന്റെ മഹാസാഗരം താണ്ടി വിടവാങ്ങുന്നത് കൂത്തുപറമ്പ് പോരാട്ടത്തിലെ 5 രക്തനക്ഷത്രങ്ങൾക്കൊപ്പം ജ്വലിച്ചു നിൽക്കാൻ. കൂത്തുപറമ്പ് സമരത്തിലെ ജീവിക്കുന്ന രക്തസാക്ഷി സഖാവ് പുഷ്പന്റെ ചേതനയേറ്റ ശരീരം ധീരസഖാവെ പുഷ്പേട്ട, ഇല്ല നിങ്ങൾ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന യുവജന പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികൾക്കിടയിലൂടെ ആശുപത്രിയുടെ പുറത്തേക്ക് നീങ്ങിയ നേരത്ത് ചാരെ നിറകണ്ണുകളുമായി സഖാവ് MV ജയരാജനുണ്ടായിരുന്നു. കൂത്തുപറമ്പ് സമരത്തിന് നേതൃത്വം നൽകിയ സഖാവ് MV ജയരാജൻ മരണമറിഞ്ഞ് ആശുപത്രിയിലെത്തി മാധ്യമങ്ങളെ കണ്ട വേളയിൽ കണ്ണീരണിഞ്ഞത് സഖാവ് പുഷ്പൻ തങ്ങൾക്കാരായിരുന്നുവെന്നതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവർക്കായി ഒരു മുദ്രാവാക്യമെങ്കിലും വിളിക്കാൻ പറ്റാതിരിക്കുന്നതിലും ഭേദം മരണമെന്നായിരുന്നു സഹനങ്ങൾ അത്രയും താണ്ടിയിട്ടും ജീവിതാന്ത്യത്തിലും പുഷ്പന്റെ നിലപാട്. കഠിനവേദനയിലും മായാത്ത പുഞ്ചിരിയുള്ള മുഖവുമായാണ് പുഷ്പനെ എന്നും നാട് കണ്ടത്. നിരാശയുടെ ഒരു ലാഞ്ചന പോലും പുഷ്പനിൽ കണ്ടിട്ടുണ്ടാവില്ല. മനക്കരുത്തും രാഷ്ട്രീയ ബോധ്യവും പുഷ്പന് അന്ന് തൊട്ടിന്നോളമുണ്ടായിരുന്നു. സ്വാശ്രയ വിദ്യാഭ്യാസ കച്ചവടവും പരിയാരം മെഡിക്കൽ കോളേജ്, കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് കോഴ നിയമനവും UDF സർക്കാർ യഥേഷ്ടം നടത്തുന്നതിനിടെയാണ് മന്ത്രി MV രാഘവനെതിരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കാൻ DYFI തീരുമാനിച്ചത്. മന്ത്രിയുടെ മുന്നിൽ പ്രതിഷേധമുയർത്തി കേരളമെമ്പാടും നടന്ന സമരമുഖങ്ങളിൽ ഒന്നു മാത്രമായിരുന്നു കൂത്തുപറമ്പിലേത്. എന്നാൽ സമരത്തെ ചോരയിൽ മുക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചായിരുന്നു കൂത്തുപറമ്പിലെ പടയൊരുക്കം. വെടിവെപ്പിന് കാരണമാകുന്ന ഒരു സാഹചര്യവും കൂത്തുപറമ്പിലുണ്ടായിരുന്നില്ല. മുന്നറിയിപ്പുകൾ നൽകുകയോ മറ്റു നടപടിക്രമങ്ങൾ പാലിക്കുകയോ ചെയ്യാതെയാണ് കരിങ്കൊടി മാത്രം കയ്യിലുണ്ടായിരുന്ന യുവാക്കൾക്ക് നേരെ വെടിവെച്ചത്. സംഭവ ദിവസവും തുടർന്നും മുഖ്യമന്ത്രി K കരുണാകരൻ നടത്തിയ പ്രതികരണങ്ങളും സ്വീകരിച്ച നടപടികളും വെടിവെപ്പ് ആസൂത്രിതമായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു.
മന്ത്രിയെ ആക്രമിച്ചുവെന്ന കള്ളക്കേസെടുക്കാനും കൂട്ടക്കൊലയ്ക്കെതിരെ കേസെടുക്കാതിരിക്കാനുമാണ് അന്നത്തെ കോൺഗ്രസ് മുന്നണി ഭരണം ആവോളം ശ്രമിച്ചത്. മൂന്ന് പതിറ്റാണ്ട് കാലം ജീവിതം കിടക്കയിലേക്ക് ഒതുങ്ങിയപ്പോഴും സഖാവ് പുഷ്പന് പരിഭവങ്ങൾ ഏതുമില്ലായിരുന്നു. 24-ാം വയസ്സുവരെ സാധാരണ ജീവിതം നയിച്ച ഒരാളുടെ ലോകം പെട്ടെന്നൊരു നാൾ 4 ചുവരുകൾക്കുള്ളിലേക്ക് ചുരുങ്ങിയപ്പോൾ പുഷ്പൻ അതിനെ മറികടന്നത് തൻ്റെ വിശാലമായ രാഷ്ട്രീയ ബോധ്യം കൊണ്ടായിരുന്നു. സാധാരണ ഒരാൾക്കുണ്ടായേക്കാവുന്ന നീരസം പോലും പുഷ്പനിൽ നിന്ന് ഉയർന്നില്ല. അതിന് കാരണം ഒന്നേയുള്ളൂ, താൻ ഉയർത്തിപ്പിടിച്ച കൊടിയും വിളിച്ച മുദ്രാവാക്യവും ചൂഷകരഹിത ലോകത്തിനു വേണ്ടിയായിരുന്നു എന്ന ഉറച്ച ബോധ്യം തന്നെ. സഹനക്കിടക്കയിൽ ജീവിതം അമർന്നപ്പോഴും സഖാവ് പുഷ്പന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് തെല്ലും കോട്ടം വന്നിരുന്നില്ല. സഖാവ് ഒറ്റയ്ക്കാണെന്നൊരു തോന്നലില്ലാത്ത വിധം പാർട്ടി സഖാക്കളെല്ലാം പുഷ്പനെയും കുടുംബത്തെയും ചേർത്തു നിർത്തി. ചൊക്ലി വഴി പോകുന്ന ഏതൊരു സഖാവും സ്വന്തം ജ്യേഷ്ഠനെ കാണാനെന്ന വികാരത്തോടെ സഖാവ് പുഷ്പനെ തേടി പുതുക്കുടി വീട്ടിലേക്കെത്തി. എത്തിയവരോടെല്ലാം പുഷ്പൻ തന്റെ പ്രസ്ഥാനത്തെക്കുറിച്ച് വാചാലനായി. യുവതലമുറക്കാകെ എന്നും പുഷ്പൻ പ്രചോദനമായിരിക്കും. വെടിയുണ്ട നട്ടല് തകർത്തെങ്കിലും അനിതര സാധാരണമായ ധീരതയും കരുത്തും ഈ ദശാബ്ദങ്ങളാകെയും പുഷ്പൻ പ്രകടിപ്പിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ധീരതയും കരുത്തും നമ്മുടെ യുവതയാകെ മാതൃകയാക്കിക്കൊണ്ട് തെറ്റിനെതിരെ പോരാടുന്നതിന് ഊർജ്ജമായി മാറും എന്ന് തന്നെയാണ് കണക്കാക്കാവുന്നത്. പുഷ്പൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പുഷ്പനെ കാണാൻ ചെഗുവേരയുടെ മകൾ അലിഡ ഗുവേര ഉൾപ്പെടെ അനേകായിരങ്ങൾ ഇതിനകം മേനപ്പുറത്തെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് സമരത്തെയും രക്തസാക്ഷിത്വത്തെയും ആരെങ്കിലും അധിക്ഷേപിക്കുമ്പോഴെല്ലാം പ്രതിരോധത്തിന്റെ കരുത്തുറ്റ ശബ്ദം പുഷ്പനിൽ നിന്നുയരുമായിരുന്നു. ചികിത്സയും മരുന്നുമായി വേദനയിലൂടെ നിരന്തരമായൊരു യാത്രയായിരുന്നു പുഷ്പന്റെ ജീവിതം. അസുഖബാധിതനായ ഓരോ തവണയും മരണമുഖത്തു നിന്ന് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നിരുന്നു പുഷ്പൻ. കൂത്തുപറമ്പിലെ ധീര സമര പോരാളി പുഷ്പൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ മുന്നിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ 30 കൊല്ലക്കാലമായി അദ്ദേഹം ചികിത്സയിലായിരുന്നു, കിടക്കയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കിടപ്പുമുറി പലപ്പോഴും സൗഹൃദ കൂട്ടായ്മയുടെ കേന്ദ്രമായി മാറിയിരുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹ്യ ജീവിതത്തിൽ ഈ സൗഹൃദ കൂട്ടായ്മയിലൂടെ ഇടപെടാനും പുഷ്പൻ ശ്രമിച്ചിരുന്നു. ഉജ്ജ്വലനായ ധീരനായ പോരാളിയായിരുന്നു സഖാവ് പുഷ്പൻ. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ മുന്നിൽ വീണ്ടും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. It's with great sorrow that we heard the news of the passing away of Comrade Pushpan. He was a living martyr for us all these years since he became a victim of the firing in Kuthuparamba. I had met him only a few months ago. I had visited him at his house, and for all of us, he was a source of inspiration. And in his death, we have all lost a fine comrade, and I pay my heartfelt homage to him and convey my condolences to all his family members. ബാലസംഘത്തിലൂടെയാണ് സഖാവിന്റെ മനസ്സിൽ ഇടതുപക്ഷ ആശയം വേരുറയ്ക്കുന്നത്. നോർത്ത് മേനപ്പുറം LP സ്കൂളിലും ചുക്ലി രാമവിലാസം സ്കൂളിലുമായി 8ാം ക്ലാസ് വരെ പഠിച്ചു. സ്കൂളിൽ SFI പ്രവർത്തകനായിരുന്നു. വീട്ടിലെ പ്രയാസം കാരണം പഠനം നിർത്തി ആണ്ടിപ്പീടികയിലെ പലചരക്കു കടയിൽ ജോലിക്കാരനായി. മൈസൂരുവിലും ബംഗളൂരുവിലും കടകളിൽ ജോലി ചെയ്തു.
ബംഗളൂരുവിൽ നിന്ന് അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സമരത്തിൽ പങ്കെടുത്തത്. കേരളത്തിലെയും ഡിവൈഎഫ്ഐയെ അറിയുന്ന ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളമുള്ള യുവതയുടെ ആവേശമായിരുന്നു സഖാവ് പുഷ്പൻ. ഓരോ സന്ദർഭത്തിലും പുഷ്പനെ കാണുന്നതിന് വേണ്ടി വീട്ടിലെത്തിയാൽ അദ്ദേഹം അന്വേഷിക്കുന്നത് പാർട്ടിയുടെയും യുവജന പ്രസ്ഥാനത്തിൻ്റെയും വർത്തമാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ പറ്റിയായിരിക്കും. ഏത് പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കാനുള്ള, അതിജീവിക്കാനുള്ള മാനസിക കരുത്തോടുകൂടിയാണ് ഇത്രയും കാലം സഖാവ് പുഷ്പൻ ജീവിച്ചത്. പ്രധാനപ്പെട്ട സമ്മേളനങ്ങൾ വരുമ്പോഴും, യുവജന സമ്മേളനമായാലും മറ്റ് വർഗ ബഹുജന സംഘടനകളുടെ സമ്മേളനമായാലും അതിലൊക്കെ എത്താവുന്ന സ്ഥലത്തെല്ലാം എത്താനും മറ്റുള്ളവർക്ക് ആവേശം നൽകുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് അറിയിക്കാനും സഖാവ് പുഷ്പൻ കരുത്തോടുകൂടി അവസാന നിമിഷം വരെ പൊരുതി നിന്നു എന്നുള്ളതാണ് സത്യം. ആത്മവീര്യം ചോരാതെ 3 പതിറ്റാണ്ട് കാലം ഒരേ കിടപ്പ് തുടർന്നപ്പോഴും സഖാവ് പുഷ്പന് താങ്ങും തണലുമായി എന്നും പാർട്ടിയുണ്ടായിരുന്നു. പാർട്ടിയിലോ സർക്കാരിലോ പുതിയ ചുമതല ലഭിക്കുന്ന സഖാക്കൾ ചൊക്ലിയിലെ വീട്ടിലെത്തി സഖാവ് പുഷ്പനെ സന്ദർശിക്കുന്നത് പതിവായിരുന്നു. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സഖാവ് പുഷ്പനുമായി ഉണ്ടായിരുന്ന ആ വൈകാരിക അടുപ്പത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു സഖാവ് കോടിയേരിക്ക് അന്ത്യാഭിവാദ്യം നൽകാൻ പുഷ്പനെത്തിയ നിമിഷങ്ങൾ. തന്നോടെന്നും ആവോളം വാത്സല്യം ചൊരിഞ്ഞ സഖാവ് കോടിയേരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ പോകണമെന്ന ആഗ്രഹം പുഷ്പൻ അറിയിച്ചപ്പോൾ സഖാക്കൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. പുഷ്പനെ ചുമലിലേറ്റി സഖാക്കൾ കോടിയേരിയുടെ സമീപത്തെത്തി. തലചരിച്ചു നോക്കിക്കൊണ്ടുള്ള സഖാവ് പുഷ്പന്റെ അന്ത്യാഭിവാദ്യം ഇന്നും നീറുന്നൊരോർമ്മയാണ്. പുഷ്പൻ ഒരിക്കൽ ഇങ്ങനെ എഴുതി: ഒരില കൊഴിയുന്ന ലാഘവത്തിൽ രാവും പകലും തിളച്ച മരുഭൂമിയിൽ എന്ന പോലെയാണ് ഞാൻ കിടക്കുന്നത്. ഈച്ചയും കൊതുകും ഉറുമ്പും എന്തിനൊരു വണ്ടുപോലും മൂളി വരുമ്പോൾ തലയ്ക്കകത്ത് എന്തോ തിളച്ചു മറിയുന്ന പോലെ. കടുത്ത വേദനയിലും ഒരിക്കൽ പോലും ഞാൻ കരഞ്ഞിട്ടില്ല, ഒരു തുള്ളി കണ്ണീർ പൊഴിച്ചിട്ടില്ല. കൂത്തുപറമ്പിലെ പോരാളി ഏതു കടുത്ത പ്രതിസന്ധിയിലും ദുർബലനാവരുത് എന്ന വിശ്വാസമായിരുന്നു എനിക്ക്. സഖാവ് പുഷ്പന്റെ ഉറപ്പുള്ള ഈ വാക്കുകൾ തന്നെയാണ് അനേകായിരങ്ങൾക്ക് സമരമുന്നണിയിൽ എന്നും ആവേശം നൽകിയത്. ആവേശോജ്വലമായിരുന്നു സഖാവ് പുഷ്പന്റെ അന്ത്യയാത്ര. മരണം സംഭവിച്ച സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ശനിയാഴ്ച വൈകിട്ടോടെ ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിലേക്കാണ് മൃതദേഹം ആദ്യം എത്തിച്ചത്. ആയിരങ്ങളാണ് സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനായി കോഴിക്കോട് യൂത്ത് സെന്ററിലേക്ക് എത്തിയത്. ജീവിച്ചു മരിച്ച രക്തസാക്ഷി പാർട്ടിയുടെ കരുത്തും അഭിമാനവുമാണ്. ഒരു കാലഘട്ടങ്ങളിലും പാർട്ടിയെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ, പാർട്ടിക്ക് പ്രയാസമുണ്ടാകാതെ പാർട്ടിയോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് പാർട്ടി സഖാക്കളുടെ എല്ലാം സ്നേഹവും ലാളിത്യവും അവരുടെ എല്ലാം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ച ഒരു രക്തസാക്ഷിയാണ്. രാത്രി വൈകിയും പ്രവർത്തകർ പുഷ്പനെ കാണാനെത്തി. പുഞ്ചിരിയോടെ സ്വീകരിച്ചിരുന്ന സഖാവ് പുഷ്പന്റെ നിശ്ചലമായ ശരീരത്തിനു മുന്നിൽ പലരും വിതുമ്പി. പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും പുഷ്പന് കൂട്ടായി യൂത്ത് സെന്ററിലെത്തിയിരുന്നു. രാത്രി മുതൽ രാവിലെ വരെ നീണ്ട പൊതുദർശനത്തിന് ശേഷം സഖാവ് പുഷ്പന്റെ വിലാപയാത്ര കോഴിക്കോട് നിന്നും ജന്മനാട്ടിലേക്ക് ആരംഭിച്ചു. കോഴിക്കോട് യൂത്ത് സെന്ററിൽ നിന്നും പുഷ്പൻ നെഞ്ചോട് ചേർത്ത് വെച്ച പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ പുഷ്പന്റെ മൃതദേഹം വഹിച്ച് പുറത്തേക്ക് വന്നു. അന്തരീക്ഷം മുദ്രാവാക്യം വിളികളാൽ മുഖരിതമായിരുന്നു.
നേതാക്കന്മാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, ജില്ലാ സെക്രട്ടറി P മോഹനൻ മാസ്റ്റർ, MV ജയരാജൻ, V വസീഫ് തുടങ്ങി നിരവധി പേർ യൂത്ത് സെന്ററിൽ എത്തിയിരുന്നു. രാവിലെ 8:15 എലത്തൂരിലെത്തിയ വിലാപയാത്രയ്ക്ക് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. വിലാപയാത്ര എത്തുന്നതിന് മുൻപേ പ്രിയ സഖാവിന് അവസാനമായി ഒരു നോക്ക് കാണാൻ നിരവധി പേരാണ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നിരുന്നത്. പൂക്കാട്, കൊയിലാണ്ടി, നന്ദി, പയ്യോളി, വടകര, നാദാപുരം റോഡ് എന്നിവിടങ്ങളിൽ വിലാപയാത്ര കടന്നു പോകുമ്പോൾ നിരവധി പേരാണ് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനെത്തിയത്. 10 മണിയോടെ മാഹിയിലെത്തി. 11 മണിയോടെ പുഷ്പന്റെ മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തി. ഈ 30 വർഷക്കാലം നട്ടലിന് വലിയ ആഘാതമേറ്റ് ശയ്യാവലംബിയായി കഴിയുന്ന ഒരു രോഗിയായിരുന്നില്ല. പോരാളികളുടെ പോരാളിയായിട്ട് അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടാണ് ഞങ്ങൾക്കൊക്കെ അനുഭവപ്പെട്ടത്. ദീർഘകാലം ശയ്യാവലംബിയായി കഴിയുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാവും, അസംതൃപ്തി ഉണ്ടാവും, അതിൻ്റേതായിട്ടുള്ള ചില എതിർപ്പുകൾ പ്രകടിപ്പിക്കും. പക്ഷേ പുഷ്പനെ കാണുന്ന ഓരോ സന്ദർഭത്തിലും അദ്ദേഹത്തിൻ്റെ വിപ്ലവ കരുത്തിൻ്റെ നിദർശനമാണ് നമുക്ക് കാണാനായത്. പ്രിയ സഖാവ് കൊടിയേരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ 2022 ഒക്ടോബർ 2 തലശ്ശേരി ടൗൺ ഹാളിലേക്ക് പുഷ്പനെത്തിയ കാഴ്ച കേരള സമൂഹം മറന്നിട്ടില്ല. സമാനമായ വൈകാരികാവസ്ഥയിലായിരുന്നു പുഷ്പന്റെ മൃതദേഹം തലശ്ശേരിയിലെത്തിയപ്പോഴും. കോടിയേരി കിടന്നിടത്ത് സഖാവ് പുഷ്പനും നിശ്ചലമായി കിടന്നു. ആയിരങ്ങളാണ് സഖാവ് പുഷ്പനെ ഒരു നോക്കു കാണാൻ തലശ്ശേരി ടൗൺ ഹാളിലേക്ക് ഒഴുകിയെത്തിയത്. തലശ്ശേരിയുടെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങിയ ശേഷം സഖാവ് പുഷ്പന്റെ യാത്ര കൂത്തുപറമ്പിലേക്കായിരുന്നു. 1994 നവംബർ 25 പോരാട്ട വീരത്തോടെ നടന്നെത്തിയ പുഷ്പൻ 3 പതിറ്റാണ്ടിനിപ്പുറം കൂത്തുപറമ്പിലേക്ക് എത്തിയത് നിശ്ചലനായാണ്. നവംബർ 25 പുഷ്പന് വെടിയേറ്റ് നട്ടെല്ല് തകർന്ന് കഴുത്തിന് താഴെ പൂർണ്ണമായി ചലനരഹിതമായി 30 വർഷമാണ് അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയായി കഴിഞ്ഞത്. ഈ 30 വർഷം രാജ്യത്തിലെയും കേരളത്തിലെയും യുവജനങ്ങൾക്ക് വികാരവും വിചാരവും കരുത്തുമായിട്ടാണ് പുഷ്പൻ. അതൊരു പ്രസ്ഥാനം പോലെയായിരുന്നു എന്നുള്ളതാണ് സത്യം. ആയിരങ്ങളുടെ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ കൂത്തുപറമ്പ് സമരത്തിന്റെ വീരനായകൻ സഖാവ് പുഷ്പനെത്തിയപ്പോൾ തോറ്റത് തോക്കുകൊണ്ട് യുവജന പോരാട്ടം ഇല്ലാതാക്കാമെന്ന് കരുതിയവരുടെ കണക്കൂട്ടലുകളാണ്. അന്ന് കൂത്തുപറമ്പിൻ തെരുവീതികളിൽ ചിന്തിയ ഓരോ ചോരത്തുള്ളിയും 1000 സമരഭടന്മാരായി കൂത്തുപറമ്പിന്റെ സമരനായകനെ കാണാനെത്തി. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി
പുഷ്പൻ എങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈ 3 പതിറ്റാണ്ടിലും പുഷ്പനെ ആര് പോയി കണ്ടാലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സഖാവിൻ്റേതായ അഭിപ്രായങ്ങൾ പറയാനും തയ്യാറായി വരുന്നത് നമുക്ക് കാണാം. പുഷ്പൻ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ധീരതയുടെയും പ്രതീകമായ ഒരാളാണ്. കേരളത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊരാളെ വിശേഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് പുഷ്പനെയാണ്. അടിച്ചൊതുക്കും തോറും കരുത്തുകൂടുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പോരാട്ട നായകൻ ജന്മനാട്ടിലേക്ക് എത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 പുഷ്പൻ പഠിച്ച ചൊക്ലി രാമവിലാസം സ്കൂളിലായിരുന്നു ആദ്യ പൊതുദർശനം. സ്കൂളിലെത്തിയ പുഷ്പന്റെ മൃതദേഹം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും ജില്ലാ സെക്രട്ടറി MV ജയരാജനും ചേർന്നാണ് പൊതുദർശന വേദിയിലേക്ക് എത്തിച്ചത്. ഇച്ഛാശക്തിയുള്ള മനസ്സും ഉറച്ച രാഷ്ട്രീയവുമാണ് ഈ ദീർഘകാലത്തെ അതിജീവനത്തിന് സഖാവ് പുഷ്പന് കരുത്തു പകർന്നത്. തെറ്റായ നിലയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ അതിക്രൂരമായി നടത്തിയിട്ടുള്ള വെടിവെപ്പിലാണ് ഈ 6 ആളുകളുടെ ജീവൻ നഷ്ടമായത്. ഈ 6 ആൾ മാത്രമായിരുന്നില്ല, അതിക്രൂരമായ മർദ്ദനമേറ്റിട്ട് ജീവിതത്തിൽ ഉടനീളം വലിയ പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന ആളുകളുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകളുണ്ട്. രാമവിലാസം സ്കൂളിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം DYFI പുഷ്പന് നിർമ്മിച്ചു നൽകിയ വീട്ടിലേക്ക് എത്തിച്ചു. നിരവധി പേരാണ് പുഷ്പന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത്. പുഷ്പന്റെ അന്ത്യവിശ്രമത്തിന് പാർട്ടി തന്നെ കണ്ടെത്തിയ ഭൂമിയിൽ മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ കൂത്തുപറമ്പിന്റെ വിപ്ലവ സൂര്യൻ അസ്തമിച്ചു. ഒരു തലമുറയുടെ ആവേശമായി വാടാതിങ്ങനെ നിന്നൊരു രക്തപുഷ്പം രക്തസാക്ഷികളുടെ ചോര വീണ് ചുവന്ന കണ്ണൂരിൻ്റെ മണ്ണിൽ അലിഞ്ഞു ചേരുകയാണ്. ഇല്ല ഇല്ല മരിക്കുന്നില്ല, സഖാവ് പുഷ്പൻ മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ.